ഇനി മറ്റു വാർത്തകളിലേക്ക്. അണയാതെ കപ്പലിലെത്തി. അപകടത്തിൽപ്പെട്ട കപ്പലിലെ തീ ഇപ്പോഴും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ഫോടനങ്ങൾ പലവട്ടം വീണ്ടും ആവർത്തിക്കുന്നു. കനത്ത തീ ഉയരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഇപ്പോഴും കപ്പലിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് കാരണമാകുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഔദ്യോഗിക സംവിധാനങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്താണ്? മനു, ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്നത്തെ അവസ്ഥ. കപ്പലിലെ തീയും പുകയും അത് കൂടുതൽ സങ്കീർണമായ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നു. ഇന്നലെ മുതൽ വിശ്രമമില്ലാതെ രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും കപ്പലുകളാണ് ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളായിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകും വരെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലുകൾ, സമുദ്രപ്രഹരിയും സജേതും തുടങ്ങിയ ദൗത്യം ഇപ്പോഴും ആ 2 കപ്പലുകളുടെ നേതൃത്വത്തിലാണ് ഈ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ കപ്പലുകൾ അവിടേക്ക് എത്തും. കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ സമർത്ഥ അടക്കമുള്ള കപ്പലുകളും അവിടേക്ക് എത്തും എന്ന് ഡിഫൻസ് PRO അറിയിച്ചിരുന്നു. ഇതിനു പുറമെ നാവികസേനയുടെ ഒരു കപ്പൽ ഇന്നലെ രാത്രി സത്ലജ് എന്ന് പറയുന്ന INS സത്ലജ് എന്ന് പറയുന്ന നാവികസേനയുടെ കപ്പലും ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവുകയാണ്. ഏറെ ശ്രമകരമാണ്. ഇന്ന് രാവിലെയൊക്കെ ഡിഫൻസ് PRO സംസാരിച്ചിരുന്നു. ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതും ഈ കപ്പലിലെ വലിയ തീയും ചൂടുമൊക്കെ ഈ രക്ഷാദൗത്യത്തിനെ പിന്നോട്ടടുപ്പിക്കുന്നുണ്ട്, അതിൻ്റെ വേഗത കുറയ്ക്കുന്നുണ്ട്. എങ്കിലും പരമാവധി വേഗം ഈ കപ്പലിനെ തണുപ്പിച്ച് ആ ചൂട് കുറച്ച് കൂടുതൽ അടുത്തേക്ക് വന്ന് വെള്ളം കൂടുതലായി പമ്പ് ചെയ്ത് ഇതിനെ അണയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്. നേരത്തെ 2 കപ്പലായിരുന്നെങ്കിൽ ഇനി കൂടുതൽ കപ്പലുകൾ, നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഉൾപ്പെടെ 6 കപ്പലുകൾ ഒരേ സമയം ഈ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിലൊരു വ്യത്യാസം വരും എന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ഈ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ DG ഷിപ്പിംഗ് ഇന്നൊരു ഉന്നതതല യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിരുന്നു. അതിൽ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തു. ഒപ്പം കേരള മാരിടൈം ബോർഡിൻ്റെ CEO ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ആ യോഗത്തിലെ വിവരമനുസരിച്ച് ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ യോഗത്തിൻ്റെ വിലയിരുത്തൽ. കൂടുതൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട്, കൂടുതൽ കപ്പലുകൾ ആ ദൗത്യത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലാണുള്ളത്. എന്നാൽ ഈ വീണ കണ്ടെയ്നറുകൾ അതെങ്ങോട്ട് പോകും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കേരള മാരിടൈം ബോർഡ് ചെയർമാൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതും ഇത് പൂർണ്ണമായും ഈ കേന്ദ്ര ഏജൻസികളാണ് അത് നിയന്ത്രിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പരിഹാര നടപടികൾ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. ഇപ്പോഴും അതിശക്തമായ രീതിയിൽ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തുടർ സ്ഫോടനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.